തീറ്റ വെച്ചിട്ട് ആരൂടെ പോയാലും എനിക്ക് ഇഷ്ടമില്ല. ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോടും ഇത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയാണ്. 18 വർഷം കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയ ഒരു പാവ മനുഷ്യന്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ ഭാര്യ ഇത് കാണുകയാണെങ്കിൽ, ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോഴും ആ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. ആരുടെ കൂടെ പോയാലും, എവിടെ പോയാലും, ആരുടെ കൂടെ പോയാലും ഈ പാവ മനുഷ്യൻ ഇപ്പോഴും അത്രത്തോളം ദുരിതം അനുഭവിച്ച് 3 മക്കളെ വളർത്തി. ഇതുണ്ടോ, സ്വന്തം വീടിന്റെ പണിയിൽ കണ്ണ് അറിഞ്ഞിട്ടാണ് ഈ പാവ മനുഷ്യൻ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു സങ്കടം മനസ്സിലാക്കണം. ഇത്രയും പൈസയും ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് സാധനങ്ങളും മക്കളെല്ലാമായിട്ടാണ് മറ്റൊരാളോട് പോയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഭാര്യ കാണുവാണെങ്കിൽ തിരിച്ചു വരണം. അല്ലേ എന്നാ വേണം. ഭാര്യയോടെ പോയതാണെന്ന് പ്രശ്നമല്ല, മക്കളെ മതി. ഇത്ര കരഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ, ഒരു പുരുഷനാണ് ഇന്ന് കരയുന്നത്. എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഭാര്യ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഈ കരയുന്ന മനുഷ്യന്റെ കണ്ണീര് കാണാതിരിക്കരുത്. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം കടക്കാടൻ വരെ നിർമ്മാണം വരെ അവിടെ ഇല്ല. ഈ ഭാര്യ കൊണ്ടുപോയിക്കുക. ഇപ്പം അവിടെ നമ്മുടെ കാരാളമുക്കിന്റെ അടുത്തുള്ള ഒരുത്തൻ, അവന് 7 കല്യാണം കഴിച്ചവനാ. അവന്റെ കൂടെ ആണ് ഇപ്പൊ പോയേക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 18 വർഷം ഞാൻ കക്കൂത്ത് വാരി ചെലവ് നോക്കിയ. എൻ്റെ മൂത്ത മോള് പഠിച്ചു പോയി. ചാനലെല്ലാം ഉണ്ടായിരുന്നു, TV ചാനലെല്ലാം. എനിക്ക് കുഞ്ഞുങ്ങളോളും വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ആരുടെ അവിടെ സാമ്പത്തികം വേണ്ട. എനിക്കൊരു നേരത്തെ ആഹാരം അവള് വെച്ച് തരുക, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുക. അത്രത്തോളം ഇഷ്ടം എന്തോ മനസ്സിത്ര. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ വന്ന് ഇത്ര നാൾ താമസിച്ചു. എൻ്റെ ഒരു ഭാര്യ ഇന്നും ഭാര്യയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ അത്രയും സ്വന്തം പെറ്റമ്മയെ പോലെ സ്നേഹിച്ച അവളിത് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല.